ആ ഹൃദയമിടിപ്പ് ഏറ്റവും ആവേശത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന മുഹൂർത്തത്തിനാണ് നമ്മളിനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നോക്കൂ, ചുണ്ടൻ വള്ളങ്ങൾ മാത്രമല്ല, ഒരിക്കൽ കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് പറയട്ടെ, 19 ചുണ്ടൻ വള്ളങ്ങൾക്ക് പുറമെ ആകെ 74 വള്ളങ്ങൾ ഈ മത്സരത്തിലുണ്ട്. ഇരുട്ടുകുത്തിയുണ്ട്, ഓടിയുണ്ട്, ചുരുളനുണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള വള്ളങ്ങളും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയുന്നത് പോലെ ചുണ്ടൻ വള്ളമാണ് ജലരാജാവ് എന്ന് പറയുന്നത്. ആ ജലരാജാക്കന്മാർ 19 പേർ മാറ്റുരയ്ക്കാൻ പോകുന്നു. 19 ചുണ്ടൻ വള്ളം എന്ന് പറയുമ്പോൾ പലതവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള ചുണ്ടൻ വള്ളങ്ങൾ തന്നെയാണ് ഈ മത്സരത്തിലും മാറ്റുരയ്ക്കുന്നത്. പലതവണ നെഹ്റു ട്രോഫി ഉയർത്തിയിട്ടുള്ള പ്രശസ്തമായ ക്ലബ്ബുകളാണ് ഇവിടുത്തെ തുഴച്ചിലുകാർ. അത് UBC കൈനഗരി ആയാലും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ആയാലും BBC ആയാലും അങ്ങനെ എണ്ണം പറഞ്ഞ തുഴച്ചിലുകാരും എണ്ണം പറഞ്ഞ ചുണ്ടൻ വള്ളങ്ങളും പരസ്പരം മാറ്റുരയ്ക്കാൻ പോകുന്ന ഈ ജലമേളയുടെ ആവേശമാണ് അല്പസമയത്തിനകം സംഭവിക്കാനിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ നോക്കൂ, വളരെ സാവധാനത്തിൽ അവർ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേർന്നതിന് ശേഷം മാത്രമേ മത്സരം ആരംഭിക്കുകയുള്ളൂ. കാരണം ഒരു തടസ്സവും ഈ ട്രാക്കിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ആ വള്ളങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ട്രാക്കിലൂടെയാണ്. ട്രാക്കിലൂടെ സഞ്ചരിക്കുന്ന വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി അവിടെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മത്സരം ആരംഭിക്കുകയുള്ളൂ. കാരണം ട്രാക്കിൽ ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ 74 വള്ളങ്ങളും ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തണം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നതിനുള്ള സമയമാണ് എടുക്കുന്നത്. നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഫിനിഷിംഗ് പോയിന്റിലും മിഡ് പോയിന്റിലുമായി നമ്മുടെ യുദ്ധത്തിനായി ഇറങ്ങിയിരിക്കുന്ന പടയാളികൾ തയ്യാറായി നിൽക്കുകയാണ്. TV പ്രസാദും ദിലീപ് ദേവസയും അലി അക്ബർ ഷായും അനഘ ഹർഷനും 4 പോയിന്റുകളിൽ നിന്ന് വളരെ സജീവമായി നിലയുറപ്പിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. TV പ്രസാദ്, എല്ലാ ചുണ്ടൻ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുന്നതിനായി കാത്തിരിക്കുകയാണ്. ചൂടുണ്ടോ അവിടെ? എല്ലാവരും വീശുന്നുണ്ട്, വീശി തണുപ്പിക്കുന്നുണ്ട്. ആവേശം തണുക്കാതിരിക്കാൻ എത്രത്തോളം അവിടെ ഒരുക്കങ്ങളുണ്ട്, പാട്ടുണ്ട്, മേളമുണ്ട്. പ്രസാദ്, സുജിയ, കുറച്ചു മുമ്പ് വരെ നട്ടപ്പൊരിയുന്ന വെയിലായിരുന്നു ഇവിടെയെല്ലാം. പക്ഷേ അതെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. വളരെ നല്ല കാലാവസ്ഥയാണ്. പക്ഷേ എന്നാലോ കാർമേഘങ്ങൾ എവിടെയുമില്ല. പല വള്ളംകളികളുടെയും അവസാനം വലിയ മഴയിലാണ് അവസാനിക്കാറ് പലപ്പോഴും. പക്ഷേ ഇന്ന് ഇതുവരെയും മഴയുടെ ഒരു ലാഞ്ചനയില്ല. പക്ഷേ എന്നാലും വലിയ വെയിലുമില്ല. ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയാണ് എന്നതാണ്. വളരെ മന്ദമാണ് ഇവിടുന്ന് 19 ചുണ്ടനുകളും സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ലക്ഷ്യമാക്കി നീങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു വരവാണ്, അതിൻ്റെ ഒരു തിരിച്ചു വരവാണ്. നമ്മൾ നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ്. ഫിനിഷിംഗ് പോയിന്റിലെ 4ാമത്തെ ട്രാക്കിനരികെയാണ് നമ്മളുള്ളത്. ഈ 4ാമത്തെ ട്രാക്കിലാണ് ഏറ്റവും വേഗം ഫിനിഷ് ചെയ്യാൻ സാധ്യതയുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ വള്ളം വരുന്നതും 5ാമത്തെ ഹീറ്റ്സിലാണ്. 5ാമത്തെ ഹീറ്റ്സിലെ 4ാമത്തെ ഹീറ്റ്സിൽ TV പ്രസാദ് നിൽക്കുന്ന 4ാമത്തെ ട്രാക്ക് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് ഇതിന്റെ ദിശ. അതിൽ 4ാമത്തെ ട്രാക്കിൽ ആനാരി പുത്തൻ ചുണ്ടൻ, ജീസസ് ബോട്ട് ക്ലബിന്റെ ആനാരി പുത്തൻ ചുണ്ടനാണ് വരാൻ പോകുന്നത്. 4ാമത്തെ ട്രാക്കിൽ 1ാമത്തെ ഹീറ്റ്സിൽ പായിപ്പാടൻ നമ്പർ 2, ആലപ്പാടൻ, ആയാപറമ്പ് പാണ്ടി, ആനാരി 4 ചുണ്ടൻ വള്ളങ്ങളും പേരുകേട്ടവരാണ്, പ്രമാണികളാണ്. ഇത്തവണ വാശിയും വീറും കൂടുതലാണ്. കൂടുതൽ സമയം പരിശീലനത്തിന് കിട്ടിയിട്ടുണ്ട്. ഇവർ 4 പേരും ആദ്യഘട്ടത്തിൽ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയി കഴിഞ്ഞോ പ്രസാദ്? എല്ലാ ചുണ്ടൻ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയി കഴിഞ്ഞു. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ 19 ചുണ്ടൻ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് കയറിയാൽ മാത്രമേ ആദ്യത്തെ 4 വള്ളങ്ങൾ, അതായത് ആദ്യ ഹീറ്റ്സ് തുടങ്ങാൻ കഴിയൂ. പായിപ്പാട് നമ്പർ 2, ആലപ്പാടൻ, ആയാപ്പറമ്പ് പാണ്ടി, ആനാരി എന്നീ വള്ളങ്ങളാണ് ആദ്യ ഹീറ്റ്സിൽ മത്സരിക്കേണ്ടത്.